കണ്ടില്ല സഹോദരങ്ങളെ, വളരെ ദയനീയവും സങ്കടകരവുമായ ഒരു കാഴ്ചയാണ്. ദയനീയമായ കാഴ്ച എന്ന് പറഞ്ഞാൽ സമസ്തക്കാരും മതത്തിലേക്ക് ഓരോന്ന് കൂട്ടിക്കലർത്തി കൊണ്ടുവന്ന അവസാനം നബിദിനാഘോഷത്തിലേക്ക് മാവേലിയെ കൂടി എഴുന്നള്ളിക്കുന്ന ദയനീയമായ രംഗം നമ്മൾ കണ്ടു. അപ്പോൾ സമസ്തക്കാർ വിചാരിക്കും ഞങ്ങൾക്കതിന് തെളിവുണ്ട്, ഞങ്ങളുടെ മാവേലി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മാവേലി ഹിന്ദുക്കളുടേതല്ല, അത് ഞങ്ങളുടെയാണ്, മുഹമ്മദ് അലിയാണ്, അത് സ്വഹാബിയാണ് എന്നൊക്കെ പറയും. അതിന് അവർക്ക് തെളിവെന്താ? ഒരു സഖാഫി പ്രസംഗിച്ചതാണ്, നമുക്കൊന്ന് കേട്ടോക്കാം. എങ്ങനെ മുഹമ്മദ് അലി എങ്ങനെ മാവേലി ആയത്? ആദ്യമായിട്ടാണ് കേരളത്തിൽ ഈ മുഹമ്മദ് അലി എന്നുള്ള ഒരാൾ വരുന്നത്. അവർക്ക് മുഹമ്മദ് അലി എന്നൊന്നും പറയാൻ കിട്ടൂല. അവരും മോമാലി എന്ന് വിളിച്ചു, ചിലര് മാമോലി എന്ന് വിളിച്ചു. ആ മുഹമ്മദ് അലി മാമോലി, മാമേലി, മാവേലി ആയി തീർന്നു. അങ്ങനെയാണ് മാവേലി ഉണ്ടായത്. യഥാർത്ഥത്തിലുള്ള മാവേലി കണ്ണൂര് ഭരിച്ച അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയായ, പേര് കേട്ടാൽ തർദിയത്ത് ചൊല്ലേണ്ട മുഹമ്മദ് അലിയാണ് എന്ന് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. കേട്ടില്ലേ? അപ്പോൾ സക്കാഫി, മുള്ളൂർക്കര സക്കാഫി പറയുന്നത് മാവേലി എന്ന് പറഞ്ഞാൽ കേരളം ഭരിച്ചിരുന്ന അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട സ്വഹാബിയായ മുഹമ്മദ് അലിയാണ്. മുഹമ്മദ് അലി എന്ന് ഇവിടത്തുകാർക്ക് പറയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അത് മോമാലിയായി മാവേലിയായതാണ്. മോമാലിയായി മമ്മാലിയായി അങ്ങനെ അവസാനം മാവേലിയായതാണ്. യഥാർത്ഥത്തിലുള്ള മാവേലി ഇതാണ് ചരിത്രം എന്നാണ് മുമ്പ് പറഞ്ഞത്. ഇനി അവിടെയുള്ള ദയനീയ രംഗം എന്താണെന്നൊക്കെ മനസ്സിലായ, അപ്പുറത്തൊരു മാവേലി നിൽക്കുന്നുണ്ട്, റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ. യഥാർത്ഥത്തിൽ അസുര മഹാരാജാവായ മഹാബലി അദ്ദേഹം കേരളം ഭരിച്ചിരുന്നു എന്നും നല്ല ഭരണമായിരുന്നു എന്നും ശേഷം അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ അതൃപ്തി പൂണ്ട ദേവന്മാർ വിഷ്ണുവിനോട് പോയി സങ്കടം പറഞ്ഞപ്പോൾ വിഷ്ണു വാമനൻ്റെ അവതാരമെടുത്തു വന്ന് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എല്ലാ വർഷവും മഹാബലി ഇവിടെ സന്ദർശിക്കാൻ വരുമെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഹൈന്ദവ വിശ്വാസത്തിലുള്ള, യഥാർത്ഥത്തിൽ അവർ ഓണാഘോഷിക്കുന്ന മാവേലി. അത് അവരുടെ വിശ്വാസമാണ്, അവർ അത് കൊണ്ടാടുന്നു. അത് നമുക്ക് അതിലൊന്നും എതിർപ്പോ മറ്റു കാര്യങ്ങളോ ഇല്ല. പക്ഷേ അവരുടെ യഥാർത്ഥത്തിൽ ഹൈന്ദവ വിശ്വാസത്തിലൂന്നിയ, ഈ ചരിത്രത്തിലൂന്നിയ, ഈ ഐതിഹ്യത്തിലൂന്നിയ ആ വിശ്വാസം കൊണ്ട് നടക്കുന്ന ആ മാവേലിയെ വരവേറ്റുകൊണ്ട് നിൽക്കുന്ന ഹൈന്ദവ സുഹൃത്തുക്കളാണ് അപ്പുറത്ത് നിൽക്കുന്നത്. കണ്ടില്ലേ? അവരിങ്ങനെ ദയനീയമായി നോക്കുകയാണ്. ഞങ്ങളുടെ മാവേലിനെയും മാപ്പിളാർ തട്ടിയെടുത്തല്ലോ എന്ന് ആലോചിച്ചിട്ട്. ആ മാവേലിൻ്റെ മുഖം കണ്ട ആ ലിബിനായിട്ടാണ് ആ മാവേലി നിൽക്കുന്നത്. കാരണം എന്താ? ഞാനിവിടെ മാവേലി ഉള്ളപ്പോൾ ഇതാ മാപ്പിളാർ വേറെ മാവേലിനെ കൊണ്ടുവരുന്ന നോക്കുന്നത്. എന്തൊരു കഷ്ടമാണ് ഈ മാപ്പിളാർ ചെയ്യുന്നത് അല്ലേ? ഇനി നശിപ്പിക്കാനുണ്ടോ ഇസ്ലാം മതത്തിനെ? പറഞ്ഞ് ചെയ്ത് ഇസ്ലാമിൻ്റെ അലകും കോലും ഒക്കെ ഇവരിങ്ങനെ വേർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.